കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ രണ്ടാമത്തെ അര ചതയം പൂരുരുട്ടാതി നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം കഴിഞ്ഞ കുറേ കാലമായി പലതരത്തിലുള്ള ദുർവിധികൾ അല്ലെങ്കിൽ മോശാവസ്ഥകൾ ഇവരെ പിന്തുടരുന്നുണ്ട്. 3-ലെ വ്യാഴവും ജന്മത്തിലെ ശനിയും 2-ലെ രാഹുവും അഷ്ടമത്തിലെ കേതുവും എല്ലാം തടസ്സങ്ങളാണ്. അതുകൊണ്ട് ഇപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ്റെ 10ാം ഭാവത്തിലേക്കുള്ള 25 തൊട്ട് 10ാം ഭാവത്തിലേക്കുള്ള വരവാണ് ഏറ്റവും ഗുണം. അപ്പോൾ തൊഴിലിൽ എന്തോ വളരെ ഗുണകരമായൊരു മാറ്റം കാണുന്നുണ്ട്. പ്രത്യേകിച്ചും സ്ത്രീകൾ മേധാവികളായ ഏതെങ്കിലും സ്ഥാപനത്തിലോ അല്ലെങ്കിൽ തങ്ങളുടെ തൊട്ടുമുകളിൽ ബോസായി വരുന്ന സ്ത്രീയുടെ അനുഗ്രഹം കൊണ്ടോ ഒക്കെ കാര്യങ്ങൾ കുറച്ചുകൂടി ഗുണകരമായിട്ട് പോകുന്നതായിട്ട് കാണുന്നു. സാമ്പത്തികമായ നേട്ടം കാണുന്നു. പ്രവർത്തനങ്ങളിൽ കുറച്ചുകൂടി ഉല്ലാസത്തോടു കൂടിയും ഉന്മേഷത്തോടു കൂടിയും പ്രവർത്തിക്കാൻ സാധിക്കുന്നത് കൊണ്ട് തങ്ങളുടെ പ്രവർത്തന മേഖല കൂടുതൽ പ്രകാശമാനമാകുന്നു. അത് വിജയത്തിൻ്റെ ഒരു വഴിയിലേക്ക് തുറന്നു കിട്ടുന്നു. അതുകൊണ്ട് തന്നെ സാമ്പത്തിക നേട്ടം കാണുന്നുണ്ട്. പ്രത്യേകിച്ചും കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ ചിലവഴിക്കാനും കുടുംബത്തിലെ ആളുകൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനും അവരുടെ പല കാര്യങ്ങളിലും സാമ്പത്തികമായി സഹായം ചെയ്യാനും സാധിക്കുന്ന ഒരു വാരമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് പൊതുവെ പ്രവർത്തനങ്ങളിൽ ഗുണവും എല്ലാം കാണുന്നു. തങ്ങൾക്ക് അറിയാവുന്ന കഴിവുകൾ നല്ല രീതിയിൽ ഇവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നു. 28-ാം തീയതി ബുധൻ കൂടി 10ാം ഭാവത്തിലേക്ക് വരുന്നതിനാൽ സ്വന്തം കഴിവ് ഉപയോഗിച്ച് ജീവിക്കുന്നവർക്ക് ഏറ്റവും പ്രകടമായ ഒരാഴ്ചയായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ചും ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 29, 30 താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളായിട്ട് കാണുന്നു.